വിശ്വാസത്താൽ പ്രവർത്തിക്കും. അതിനർത്ഥം ദൈവം പറഞ്ഞതിൽ നമുക്ക് വിശ്വാസമുണ്ട്. ആ കാര്യം പൂർണ്ണമായും മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഒരിക്കലും വിശ്വാസം അർപ്പിക്കരുത്. ദൈവം നിങ്ങളെ ആവശ്യത്തിലധികം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം. എന്നാൽ ഒരിക്കലും സമ്പത്തിൽ ആശ്രയിക്കരുത്. നമുക്കുള്ളതിൽ നിന്നും ഒരിക്കലും ആത്മവിശ്വാസം വരരുത്. പാവങ്ങൾക്ക് കൊടുക്കുക, ദശാംശം ത്യാഗം ചെയ്യുക എന്നിവയിലൂടെയാണ് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ദൈവത്തിലുള്ള വിശ്വാസം പ്രകടമാക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. സാമ്പത്തിക തകർച്ച വന്നപ്പോൾ പലരും ആത്മഹത്യ ചെയ്തു. അവർ തങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയും അതവർക്ക് തിരിച്ചടിയാകുകയും ചെയ്തു. അവർ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചിരുന്നെങ്കിൽ അവരാശ്രയിച്ച ഈ ദൈവം അവരെ കാത്തു സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും അവരെ സുരക്ഷിതരാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പരീക്ഷണങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്യുമായിരുന്നു. നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ സ്വത്തുവകകളിലാണെങ്കിൽ ഹൃദയം കർത്താവിലേക്ക് തിരിക്കുക. എബ്രായർ 13:5-6 നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് കർത്താവ് തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ദൈവം തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന ഉറപ്പിന്മേൽ കെട്ടിപ്പടുക്കുന്ന അചഞ്ചലമായ ദൈവത്തിലുള്ള ഉറപ്പാണ് വിശ്വാസം. ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.